ലിസാർഡിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഹേഗ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു അക്കൗണ്ടിംഗ് ടീമിലെ ആളും അതുപോലെ തന്നെ മാനേജറും പിന്നെ പ്രസിഡന്റും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം പണമൊന്നും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ ഇവർ ഈ പണം ഓൾറെഡി അടിച്ചു മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും രീതിക്കുള്ള കൺസ്ട്രക്ഷൻ വർക്കൊക്കെ വരികയാണെങ്കിൽ ഇവർക്ക് എവിടെ നിന്നുമാണ് പണം ലഭിക്കുക? അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നുമുള്ള ആരുടെ ഒരു ഹെൽപ്പ് ഒക്കെ ഇവർക്കുണ്ട്. ഒരുപക്ഷെ കോൺട്രാക്ടർ വല്ലതും ആയിരിക്കാം ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അയാൾക്കും ഇതിൽ നല്ല രീതിക്ക് പങ്കുണ്ടാകുമെന്ന് ലിസാർഡും സംശയിക്കുന്നു. നിലവിലെ ഹേഗാങ്ങിന്റെ ടീമിന്റെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിക്കുള്ള ചെറിയൊരു കൺസ്ട്രക്ഷനിലെ പോരായ്മ പോലും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിയിട്ട് ഈ ഒരു സാധനമൊക്കെ റിപ്പയർ ചെയ്യുവാനായിട്ട് നമുക്ക് റിസർവ് ഫണ്ടൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എവിടെ നിന്നുമാണ് പണം ലഭിക്കുന്നതെന്നൊക്കെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നാണ് അവൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ടീമിലെ എല്ലാവരും എന്തെങ്കിലും ചെറിയൊരു പാകപ്പിഴയെങ്കിലും കൺസ്ട്രക്ഷനിൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യുന്നു. ഹേഗാങ് ഇപ്പോൾ മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് എല്ലാവരും തന്നെ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. അവൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം അവരെയും കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ട് ഈ ഒരു കാര്യമൊക്കെ റിപ്പയർ ചെയ്യുവാനായിട്ട് നമുക്ക് ഫണ്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവൻ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാൾ കൂടുതലായിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്നവരായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രീതിക്കുള്ള കൺസ്ട്രക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് നിലവിൽ തെളിഞ്ഞിരിക്കുന്നത്. ലിയും ലൈവായി തന്നെ റെപ്രസെന്റേറ്റീവ്സിന്റെ മീറ്റിംഗ് കാണുന്നു. ഹേഗാങ് റിസർവ് ഫണ്ടൊക്കെ ഏതൊക്കെ ബാങ്കിലാണോ സൂക്ഷിച്ചിട്ടുള്ളത് ആ ബാങ്കുകളിലെല്ലാം ചെന്നിട്ട് പണം മുഴുവനായിട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി അതിലെ പണമെല്ലാം തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവന് പണമില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇതുപോലെ റിസർവ് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്ന് സെക്രട്ടറി പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഹേഗാങ് ഇതുപോലെ റിസർവ് ഫണ്ടൊക്കെ അടിച്ചു മാറ്റുവാനായിട്ട് എത്തിയ ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം ലിയും മനസ്സിലാക്കുന്നു. അവനെ റിസർവ് ഫണ്ട് അടിച്ചു മാറ്റുവാനായിട്ട് സാധിക്കാതെ പോയത് കൊണ്ടാണ് ഇതുപോലെ നമുക്കെതിരായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണെന്ന് പറഞ്ഞിട്ട് ലിയും ഹേക്കാങ് എവിടം വരെ പോകുമെന്ന് അറിയുവാനായിട്ട് കാത്തിരിക്കുകയാണ്. മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം ഹേക്കാങ്ങും മാനേജറിനോട് ഈ ഒരു റെപ്രസെന്റേറ്റീവ്സിനെയൊക്കെ മാറ്റുവാനായിട്ട് വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവനും കൺസ്ട്രക്ഷൻ വർക്കിലെ പോരായ്മകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് അതൊക്കെ ശരിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആൾക്കാർ ആരും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തില്ല. സോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത റെപ്രസെന്റേറ്റീവ്സിനെയൊക്കെ എന്തിനാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഹേക്കാങ് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ബിൽഡിങ്ങിലെ ഓണേഴ്സ് തന്നെയാണല്ലോ ഇവരെയൊക്കെ വോട്ടൊക്കെ ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും സഹകരിക്കാതെ നമുക്ക് ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് മാനേജർ പോലും പറയുന്നത്. ഹേക്കാങ് ഇപ്പോൾ ഹരിയുടെ ചേച്ചിനെ കാണുകയാണ്. അങ്ങനെ ഇരിക്കെ നമുക്ക് പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹേക്കാങ്ങും പോകുന്നു. അതായത് റിസർവ് ഫണ്ടൊക്കെ അടിച്ചു മാറ്റണമെങ്കിൽ അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് കൂടി ഇവർക്ക് വേണമല്ലോ. അങ്ങനെ സപ്പോർട്ട് കിട്ടിയത് ഈ ഒരു ചേച്ചിയുടെ അടുത്ത് നിന്നാണെന്നുള്ള കാര്യം ഹേക്കാങ്ങിന് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഹാരിയുടെ ചേച്ചി ഇതിനു മുമ്പ് റെപ്രസെന്റേറ്റീവ്സിന്റെ ഒക്കെ ഫോം കൊടുക്കാൻ വന്ന സമയത്ത് ഹേക്കാങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാള് ഒരിക്കലും പ്രസിഡന്റ് ഒന്നും ആവുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ചേച്ചി പറയുമ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫും അങ്ങനെ ഒന്നുമല്ല, അയാൾ ഒറ്റയ്ക്കൊന്നും അല്ല അവിടെ താമസിക്കുന്നത്, അയാളുടെ കൂടെ വലിയൊരു ഫാമിലി തന്നെ ഉണ്ട് എന്ന് പറയുകയാണ്. അത് കേട്ട ഹാരിയുടെ ചേച്ചിക്ക് മൊത്തത്തിലൊരു സംശയമൊക്കെ തോന്നുന്നു. സിയോയും കൂടെ ഉള്ളവരെ സംസാരിക്കുമ്പോഴത്തേക്കും അവരും ഹേക്കാങ് എന്തായാലും ഉടനെ തന്നെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെക്കുമെന്നാണ് പറയുന്നത്. അതായത് ഹേക്കാങ്ങിന് എന്ത് ചെയ്യണമെങ്കിലും മജോറിറ്റിയുടെ സപ്പോർട്ട് വേണമല്ലോ. പക്ഷെ മജോറിറ്റിയുടെ സപ്പോർട്ട് ഉള്ളത് സിയോയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ഹേക്കാങ് എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് ചെയ്യുവാനായിട്ടാണ് അവരുടെ തീരുമാനം. സോ സിയോ ഉടനെ തന്നെ പ്രസിഡന്റ് ആകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നതും. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഒന്നും നടക്കുവാൻ പോകുന്നില്ല. അതൊക്കെ നടക്കണമെങ്കിൽ സിയോയുടെ കൂടെ ഉള്ള ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കണം. എന്തായാലും സിയോ അഴിമതികളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കൂടെ നിൽക്കുന്നവർക്കും അതിന്റെ എന്തെങ്കിലും പങ്ക് കിട്ടി കാണും. നമ്മളും അതെന്താണെന്നൊക്കെ കണ്ടുപിടിച്ച് അവരെ കൂടി കൂടെ നിർത്തിക്കോ അല്ലെങ്കിൽ അവരെ എല്ലാവരിൽ നിന്നും അകറ്റുകയാണ് ചെയ്യേണ്ടതെന്ന് ലിസാർഡ് പറയുമ്പോഴത്തേക്കും ഹേക്കാങ്ങും ടീമും ഇവരുടെയൊക്കെ അടുത്ത് നിന്നും എന്തെങ്കിലും രീതിക്കുള്ള വിവരങ്ങളൊക്കെ കിട്ടുമോ എന്ന് അറിയുവാനായിട്ട് മൊത്തത്തിൽ അരിച്ചു പെറുക്കുന്നു. ഹേക്കാങ്ങും ടീമും എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും ലഭിച്ചില്ലെങ്കിൽ പോലും ഹാരി എത്തിയിട്ട് മേശയിൽ നിരന്നു കിടന്നിട്ടുണ്ടായിരുന്ന ബില്ലുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കുമാണ് എല്ലായിടത്തും ഹീറ്റിംഗ് ബിൽ എന്നത് 0 ആണ് കൊടുത്തിട്ടുള്ളതെന്ന കാര്യം അവളും ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ മനസ്സിലാക്കുന്നതും. അതായത് 123 വീടുകളിലെ ഹീറ്റിംഗ് ബില്ല് 0 ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു അസോസിയേഷനൊക്കെ തുടങ്ങിയിട്ട് 6 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ 6 വർഷത്തിനിടയ്ക്ക് 123 വീടുകളിലും ഹീറ്റിംഗ് ബില്ല് 0യും അതുപോലെ തന്നെ ഇവരുടെ കൂടി ബില്ല് അടയ്ക്കുന്നത് സാധാരണ ബാക്കിയുള്ള ആൾക്കാരുമാണ്. അതൊന്നും തന്നെ ആൾക്കാരും മനസ്സിലാക്കുന്ന കൂടിയില്ല. എന്തായാലും ഞാൻ ഈ സത്യാവസ്ഥയൊക്കെ പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് എന്റെ കൂടെ നിൽക്കാത്തവരെ എല്ലാം തന്നെ
എനിക്ക് നിലവിലെ സ്ഥാനത്ത് നിന്നും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഹേക്കാങ് ടീമും തീരുമാനിക്കുന്നു. ഹൈക്കമാൻഡ് ടീം ഇപ്പോൾ ഈ ഒരു വിവരം എല്ലാവരും തന്നെ അറിയിക്കുകയാണ്. ഇതിനു മുമ്പിലത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയും അതുപോലെ തന്നെ 123 കുടുംബക്കാരും 6 വർഷമായിട്ട് ഹീറ്റിംഗ് ബില്ല് സീറോ ആയിട്ടാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അവരുടെ കൂടി ബില്ല് അടയ്ക്കുന്നത് ബാക്കിയുള്ള സാധാരണ കുടുംബക്കാരാണ്. ഇതൊന്നും തന്നെ നമ്മൾ ഇതുവരെയായിട്ടും മനസ്സിലാക്കിയില്ല. ഞാൻ ഇപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു അഴിമതി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. സോ എല്ലാവരും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഹൈക്കമാൻഡും പറയുന്നു. കൂടാതെ എല്ലാവരും ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ഹീറ്റിംഗ് ബില്ലൊക്കെ നോക്കുമ്പോഴത്തേക്കും നിലവിലുള്ളതിനേക്കാളും ഒരുപാട് എമൗണ്ട് ഒക്കെ അറിയാതെ തന്നെ നമ്മൾ അടച്ചിട്ടുണ്ട് എന്ന കാര്യം അവരും ശ്രദ്ധിക്കുകയാണ്. അതായത് നിലവിൽ മൊത്തത്തിലുള്ള ഒരു ബില്ല് മാത്രമാണ് വരുന്നത്. അത് മാത്രം അവർ അടച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഹീറ്റിംഗ് ബിൽ എത്രയാണെന്നൊന്നും തന്നെ ഇവര് ശ്രദ്ധിക്കാറുമില്ല. ജിന്നും 123 കുടുംബക്കാർ ഇതുവരെയായിട്ട് ഹീറ്റിംഗ് എമൗണ്ട് ഒന്നും അടയ്ക്കാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം തുക അവർക്കായി കാണുമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 1.23 ബില്യൺ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ അത്രത്തോളം തുകയൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ അവർക്ക് വേണ്ടി അടച്ചു കഴിഞ്ഞല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവളും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഒക്കെ ഇടുന്നു. പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഇതുപോലെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മളുടെയൊക്കെ മീറ്റർ വർക്ക് ആകുന്നില്ല എന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കൂടുതൽ സംശയമൊന്നും തോന്നുകയില്ല എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ തന്നെ പെന്റ് ഹൗസിൽ താമസിക്കുന്ന ലീക്കും ഹീറ്റിംഗ് ബില്ല് സീറോ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ശരിക്കും ലീയുടെയും പ്രസിഡന്റിന്റെയും ഹീറ്റിംഗ് ബില്ല് സീറോ ആക്കിയാൽ മതിയെന്നായിരുന്നു ലീ തീരുമാനിച്ചത്. പക്ഷെ പ്രസിഡന്റ് ആകട്ടെ പ്രസിഡന്റിനെ ബാക്കിയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഇവരുടെ എല്ലാവരുടെയും തന്നെ ഹീറ്റിംഗ് ബില്ല് സീറോ ആക്കിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ 123 കുടുംബങ്ങളുടെ കാര്യം വന്നിട്ടുള്ളത്. സോ ഇത് വലിയൊരു പ്രശ്നമാണെന്ന് സെക്രട്ടറിയും അറിയിക്കുന്നു. നിലവിൽ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ തന്നെ സിഇഒ ആണ് ലീ. അങ്ങനെയിരിക്കെ അവനും ഒരുപാട് വലിയ വലിയ വർക്കുകളും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരുപാട് അപ്പാർട്ട്മെന്റുകളും പണിതിട്ടുണ്ട്. ഈ ഒരു അപ്പാർട്ട്മെന്റിലെ എല്ലാം തന്നെ റിസർവ് ഫണ്ട് അവൻ തന്നെയാണ് അടിച്ചു മാറ്റിയിട്ടുള്ളതും. സോ അവൻ എന്തെങ്കിലും പണത്തിന്റെ ആവശ്യം വരുമ്പോഴത്തേക്കും ആ പണങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നത് ഈ റിസർവ് ഫണ്ട് വഴിയാണ്. പക്ഷെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഇതുപോലെ അവരുടെ തന്നെ അപ്പാർട്ട്മെന്റിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു റിസർവ് ഫണ്ട് അവർ ഉപയോഗിച്ചോളും എന്നതാണ്. അങ്ങനെ ഇരിക്കെ ഇപ്പോഴവൻ അവന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുവാനായിട്ട് കയ്യിലുണ്ടായിരുന്ന തുകയൊക്കെ കൊടുക്കുന്നതും കാണിക്കുന്നു. ട്രൂവാലെ അപ്പാർട്ട്മെന്റിലെ നിലവിലൊരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു ഹീറ്റിംഗ് ബില്ല് സീറോ ആയിട്ടുള്ളവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതുപോലെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയിക്കുകയില്ലായിരുന്നു. ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ സ്ഥാനമൊക്കെ ഒഴിവാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞു നിൽക്കുന്നു. അതേസമയം അവരുടെ എല്ലാവരുടെയും തന്നെ മീറ്റർ കറങ്ങുന്നില്ലായിരുന്നു എന്നൊക്കെ അവർ ഇത്രയും കാലമായിട്ട് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മാത്രമല്ല അവരുടെ ബില്ലെങ്കിലും എടുത്ത് നോക്കുന്നതല്ലേ. സോ ഹീറ്റിംഗ് ബില്ലൊക്കെ സീറോ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ 6 കൊല്ലമായിട്ട് അവർ ഇതുവരെ അത് മനസ്സിലാക്കിയില്ല എങ്കിൽ അതിന് പിന്നിൽ അഴിമതി തന്നെയാണെന്ന് ജിന്നും പറയുന്നു. കൂടാതെ ഇവരിങ്ങനെ സ്ഥാനമൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ അവർക്ക് വന്ന നഷ്ടം നികത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ജിൻ സംസാരിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് കൃത്യമായി റെപ്രസെന്റേറ്റീവ്സിന്റെ തന്നെ വീട്ടിലെ മീറ്ററൊക്കെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നത്? അതുകൂടാതെ നിങ്ങൾ ആരും ഈ ഒരു ബില്ല് കണ്ടിട്ടില്ല എങ്കിൽ പോലും മാനേജർ ഈ ബില്ല് കാണുന്നതല്ലേ. അങ്ങനെയിരിക്കെ മാനേജർ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ ഇത്രയും കാലമായിട്ട് പറയാതിരുന്നതെന്ന് ചോദിച്ചിട്ട് റോയിയുടെ അമ്മയും മാനേജ്മെന്റിനെ കൂടി കുറ്റപ്പെടുത്തുന്നു. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. മീറ്റർ നന്നാക്കാം. അങ്ങനെ മീറ്റർ നന്നാക്കുവാനായിട്ട് റിസർവ് ഫണ്ടിലെ പണവും എടുക്കാമെന്ന് ഹെഗാങ്ങ പറയുമ്പോഴത്തേക്കും എല്ലാവരും അതിനോട് യോജിക്കുന്നു. അപ്പോഴായിരുന്നു ലീയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ലീ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 123 വീടുകളിലാണല്ലോ മീറ്റർ കേടായിട്ടുള്ളത്. അതിലൊരു വീട് എന്റേതാണ്. പക്ഷെ ഞാൻ ഇത്രയും കാലമായിട്ട് എന്റെ ബില്ല് സീറോ ആണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇതുവരെയുള്ള 6 വർഷത്തെയും ബില്ല് അടയ്ക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. ഇത്രയും കാലം ഞാൻ അടയ്ക്കേണ്ട തുകയെല്ലാം തന്നെ ബാക്കിയുള്ളവരാണ് അടച്ചത്. അതൊരിക്കലും ശരിയായ നടപടിയല്ല. സോ എന്നെപ്പോലെ ബില്ല് സീറോ ആയിട്ടുള്ളവരെല്ലാവരും തന്നെ ബാക്കിയുള്ള പണമൊക്കെ അടച്ചിട്ട് അവരുടെ കടമകളെല്ലാം തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ലീയും പറയുന്നു. കൂടാതെ ലീയും സിഒയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും സിഒയ്ക്കും ലീനെ പേടി ആയതുകൊണ്ട് തന്നെ ഇതുപോലെ പണമൊക്കെ അടയ്ക്കാമെന്ന് സമ്മതിക്കുന്നു. കൂടെയുള്ള റെപ്രസെന്റേറ്റീവ്സിനെയും കൊണ്ടും പണം അടപ്പിച്ചോളാമെന്ന് ഉറപ്പ് നൽകുന്നു. സോ ഹേഗാങ്ങും ഇപ്പോൾ ആർക്കൊക്കെ ആയിരുന്നോ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവർക്ക് എല്ലാവർക്കും തന്നെ ഹീറ്റിംഗ് ബില്ല് സീറോ ആയിട്ടുള്ളവരുടെ കയ്യിൽ നിന്നും പിരിച്ചിട്ട് ആ ഒരു എമൗണ്ട് ഒക്കെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കുമെന്ന് വാക്ക് നൽകുന്നു. ലീയും ഹേഗാങ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും ഇത്രത്തോളം പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അഹങ്കാരം ഒന്നുമില്ലാതെ വളരെ ഡൗൺ ടു എർത്ത് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും അവന്റെ അടുത്ത് ഒരുപാട് സ്നേഹമൊക്കെ തോന്നുന്നു. എന്തായാലും ഞാനും പണമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനെ പോലെ ആകുമെന്ന് പറഞ്ഞിട്ട് നാമും ലീന ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുകയാണ്.